അത് പുറത്തുനിന്നാണ് വരുന്നത്. അതെനിക്കൊന്ന് നാസിക്കൽ മറ്റുമാണ് അടിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സുജയ പറഞ്ഞ ചോദ്യത്തിന് അല്ലെങ്കിൽ പറഞ്ഞ നിരീക്ഷണത്തിന് എനിക്ക് ഒന്ന് രണ്ട് മറുപടികൾ കൂട്ടിച്ചേർക്കാം. നിയമസഭയിലെ കണക്കിന്റെ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ഞാൻ പറഞ്ഞല്ലോ, സുതാര്യത വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 11 കോടി രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടണം എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. അത് കിട്ടി, അത് കണക്ക് പറയണം, ആര് തന്നു, എന്ത് തന്നു എന്നുള്ളതിന് സുതാര്യത വേണം, അതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷേ ഇത് ധൂർത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയുണ്ട്. സംസ്ഥാനം കടക്കെണിയിലാണ്. ശരിയാണ്, സംസ്ഥാനം കടക്കെണിയിലാണ്. സംസ്ഥാനത്തിൻ്റെ കടമെന്നുള്ളത് 4 ലക്ഷത്തിനടുത്ത് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു ഫിഗറാണ്. 4 ലക്ഷം കോടിയാണ്. രാജ്യത്തിൻ്റെ കടം 205 ലക്ഷം കോടിയാണ് എന്നത് നമ്മൾ മറക്കുന്നു. 205 ലക്ഷം കോടി രാജ്യം കടബാധ്യതയിൽ നിൽക്കുമ്പോഴാണ് 4 ലക്ഷം കോടിയുള്ള സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അത് അതവിടെ നിൽക്കട്ടെ. ഈ സംസ്ഥാനത്ത് ഈ കടവും ഈ പ്രതിസന്ധിയും ഉണ്ടാക്കിയതിൻ്റെ കാരണമാരാ? ഇപ്പോഴും നമ്മൾ തുറന്നു പറയാതിരിക്കുന്ന ഒരു കാര്യമില്ലേ? വായ്പാ പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ 13,000 കോടി രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സുജയ. 5 മാസത്തെ കുടിശ്ശികയ്ക്ക്. അതാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. 4,250 കോടി രൂപയുണ്ടെങ്കിൽ ഈ 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കാം. നിലവിൽ ഈ മാസമടക്കം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ തരാനുള്ളത് 3,250 കോടി രൂപയാണ് വിവിധ ഗ്രാൻറ്റുകളിൽ. ഓരോ കണക്കുകളായിട്ട് ഞാൻ വായിക്കുന്നില്ല, പ്രേക്ഷകർക്ക് ബോറടിക്കും, പല കണക്കുകളായി. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേരളീയം കൊണ്ടുണ്ടായതാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കുമോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കോ അഭിപ്രായം ഉണ്ടാവില്ല. നമ്പർ 1. നമ്പർ 2, 16 കോടി രൂപ മാത്രം കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കഴിഞ്ഞ തവണ ചെലവഴിച്ച ഈ കേരളീയം പരിപാടി, അതിലധികം തുക അവിടെ സാമ്പത്തിക സംക്രമണത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ഓരോ കോർണറിലും ആ 7 ദിവസം നടന്ന ആ തിരക്ക് തന്നെ നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് നടക്കും, അത് ഉണ്ടാവണം എന്നതാണ്. പക്ഷേ ഇനി ഒരു കാര്യം കൂടി പറയാം. ഇത് സ്പോൺസർഷിപ്പിലൂടെയാണ് അനുവദിക്കുക. ലോകമെമ്പാടുമുള്ള ഇത്തരം ഫെസ്റ്റിവലുകൾ നടക്കുന്നത് സ്പോൺസർഷിപ്പുകളിലൂടെയാണ്. ആ സ്പോൺസർഷിപ്പ്, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് എങ്ങനെയാണ്? അതൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിലൂടെ കൂടിയാണ്. നിങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാവുന്നു, അത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം കൊണ്ട് പ്രതിസന്ധിയിലാകുന്നു എന്ന് കരുതി കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തെ നിങ്ങൾക്കൊരു ഫെസ്റ്റിവലായി സംഘടിപ്പിക്കുന്നില്ല. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ ആഘോഷം ചമഞ്ഞു നടക്കാൻ വേണ്ടിയല്ല. അവിടെ ചമഞ്ഞു നടക്കുന്നതിന് പരിപാടി മാത്രമല്ല ഉള്ളത്. അത് നമ്മൾ കാണുമ്പോൾ അതിൽ എക്സിബിഷൻ സെൻറ്ററുകളുണ്ട്, അതിൽ വൈജ്ഞാനികമായിട്ടുള്ള പരിപാടികളുണ്ട്. ഞാനതാണ് പറഞ്ഞത്, 4,100ഓളം കലാകാരന്മാരിൽ നമ്മൾ ഇപ്പോഴും എണ്ണമെടുത്ത് പറയുന്നത് ഈ ശോഭനയും സ്റ്റീഫൻ ദേവസിയും KS ചിത്രയും ഒക്കെയാണ്. അതല്ലാതെയുള്ള കലാകാരന്മാർ, നാടൻ കലാരൂപങ്ങളുമായി വന്നവർ, അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ആളുകൾ. അവിടെ ശരിയാണ്, സുജയ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. ആദ്യമം ശരിയായ രീതിയിലല്ല സംഘടിപ്പിച്ചത്, അതിൻ്റെ രീതി ശരിയായിരുന്നില്ല, അതിൻ്റെ ഗ്രാമർ ശരിയായിരുന്നില്ല, അത് പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം ശരിയായിരുന്നില്ല. അത്തരം വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണെന്നേ അടുത്ത കേരളീയം വരാൻ പോകുന്നത്. അപ്പോൾ ആ കേരളീയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവാവുന്നില്ലെങ്കിൽ നിങ്ങൾ ധൂർത്ത് എന്ന് എങ്ങനെ പ്രയോഗിക്കും? ഇപ്പോൾ 10 കോടി ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്, ഇതിനകം തന്നെ നീക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ 27 കോടിയാണ് ബജറ്റിൽ നിന്ന് ഇതിനായി എടുത്തിട്ടുള്ള വിഹിതം, അല്ലെങ്കിൽ നീക്കി വെച്ചിട്ടുള്ള വിഹിതം. ഇത്തവണ 10 കോടി എന്ന് പറയുന്നത് ഈ പരിപാടി അനൗൺസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലാണ്. ഇപ്പൊ ഇന്ന് കൂടിയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സമിതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ നമ്മുടെ വാർത്ത? എന്താ? സ്പോൺസർമാരിൽ നിന്ന് ഈ പണം കണ്ടെത്തുക സമ്പൂർണ്ണമായും. അതാണ്. അവിടെയാണ് ഡോക്ടർ അരുൺ താങ്കൾ പറഞ്ഞ ആഗോള മാതൃകകൾ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആഗോള മാതൃകകളിലൂടെ നമ്മളും അതേ രീതിയിലേക്ക്, അതേ ലെവലിലേക്ക്, അതേ സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ, ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലൂന്നി സംസാരിക്കാം. ഇവിടെ ഈ സ്പോൺസർമാർ, ഞാനിപ്പോൾ സർക്കാരിന് ഈ പരിപാടി നടത്തുന്നതിനായി 50 കോടി രൂപ കൊടുത്താൽ അത് കേരളത്തിലുള്ള ഒരു മുറുക്കാൻ കടക്കാരൻ പോലും അറിയണം, സുജയ പാർവതി 50 കോടി രൂപ കൊടുത്തു, അത് പബ്ലിക് ഡൊമൈനിൽ ഡിസ്പ്ലേഡ് ആയിരിക്കണം. അതുണ്ടാകുന്നില്ല. അതിലാരാണോ കൊടുത്തത്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ 50 കോടി ഞാൻ കൊടുത്തതാണോ, അതോ മറ്റു വഴികളിലൂടെ പണം ഉണ്ടാക്കിയ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മുതലാളി കൊടുത്ത 50 കോടിയാണോ എന്നുള്ളത് വെളിപ്പെടാതിരിക്കുമ്പോഴാണ് പാർവതി പറയുന്നത് സുതാര്യതയുടെ വിഷയമാണ്. നമ്മുടെ വിഷയം ധൂർത്താണ്. സുതാര്യതയില്ലാത്ത പണമിടപാടുകൾ നടക്കുന്നത് കൊണ്ടാണ് ആ പണം ഈ പരിപാടിക്ക് വേണ്ടിയല്ല, മറ്റു പരിപാടികൾക്കായി, പാർട്ടിക്കായി, വ്യക്തികൾക്കായി ഒക്കെ ഈ പണം പോകുന്നത്. ഈ പരിപാടി ചോദിക്കുന്നത് കൃത്യമായ സോഴ്സ് വെളിപ്പെടുത്തുകയോ പറയട്ടെ സാർ, ഇതിൽ പണം ചെലവാക്കിയത് ഏത് വഴിക്കൊക്കെയാണ്, ആരിലേക്കൊക്കെ ഈ പണം ഒഴുക്കി, ഈ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ഈ പരിപാടി എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ പ്രഖ്യാപിത ലക്ഷ്യത്തെ അംഗീകരിക്കുന്നവരുടെ മുന്നിൽ അതിനായി
വന്ന പണത്തെക്കുറിച്ച് ഈ ചെലവായ പണം മാത്രമൊന്നും അല്ല ഡോക്ടർ അരുൺ വന്നിട്ടുള്ളത്, അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് കണക്ക് പുറത്തുവിടാത്തത്. 100% ഉറപ്പൊന്നുമില്ല. പക്ഷേ സുതാര്യതയാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അൻവർ സാദത്ത് ചോദിച്ച മറുപടിക്ക് കണക്കില്ല. അവകാശ നിയമപ്രകാരം കണക്കില്ല. എവിടെ ക്രോഡീകരിക്കാൻ? ഇത്രയ്ക്ക് കണക്കറിയാത്ത ആരാ ഉള്ളേ? നിയമസഭയിൽ പറഞ്ഞ മറുപടി ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല എന്നതാണ് എന്റെ ടേക്ക്. അത് എന്റെ ടേക്ക് തന്നെയാണ്. ആ ടേക്കിൽ എന്നെ പിന്നെ സുജയ്ക്ക് തർക്കിക്കാനുള്ളത്. ഞാനത് സമ്മതിച്ച കാര്യമല്ലേ? പക്ഷെ അറിയേണ്ട കാര്യം അത് സുതാര്യതയല്ലേ? ധൂർത്ത് എങ്ങനെയാവുക? കേരളീയം എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടി കേരളീയം എന്ന് പറയുന്നത് ഡോക്ടർ അരുൺ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ടൊന്നും ആട് പട്ടിയാകില്ല. ആടായിട്ട് നിങ്ങൾക്ക് ആടി പട്ടിയാക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അല്ലല്ല, ആടിനെ പട്ടിയല്ല, ആടിനെ ആനയാക്കാൻ നോക്കുക. ഒന്നുമില്ല. 16 കോടി കഴിഞ്ഞ തവണ ഈ ബഡ്ജറ്റിൽ നിന്ന് ചെലവായി എന്ന് ഞാൻ തന്നെ പറയുന്നു. 16 കോടിയെങ്കിലും ചെലവായിട്ടുണ്ടാവും. ആ 16 കോടി ഈ 4250 കോടി രൂപയുമായിട്ട് നിങ്ങൾ എങ്ങനെ തട്ടിച്ച് എത്ര ശതമാനം ആ തുകയുമായി തട്ടിച്ചു നോക്കുന്നത്? ധൂർത്താകുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്നുള്ള ഒരു താരതമ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കേരളീയത്തിന്റെ ആവശ്യകത എന്താണ്? സർക്കാർ ജീവനക്കാരെ സെമിനാർ കേൾപ്പിക്കാൻ കേരളീയം വേണോ? ഒരു പൊതുപരിപാടി പോലെ? കേരളീയത്തിന്റെ സംസ്ഥാനത്തെ പോലെയല്ല. എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്ന ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കേരളം ജാതി വ്യവസ്ഥയിലൂടെ ജന്മി വ്യവസ്ഥയിലൂടെ എങ്ങനെയാണ് പോരാടി വന്നത് എന്ന് സമൂഹത്തിന് മുന്നിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് കേരളത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണ്. അത് ശരിയാണെന്നാണ് എന്റെ പക്ഷം. താങ്കൾ പറഞ്ഞല്ലോ, അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടാവുന്നു. ഈ അതിഥികൾക്ക് മുന്നിൽ രൂപങ്ങളായി ആദിവാസി ഒരു ചേരിയും കേരളത്തിൽ മറവെച്ച് കെട്ടി മറിച്ചിട്ടില്ല. അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു, പള്ളികളിൽ പെരുന്നാൾ നടക്കുന്നു. ഇതെല്ലാം മതാത്മകമായ ആഘോഷങ്ങളാണ്. അതിനും അപ്പുറത്തേക്ക് മതേതരമായി മനുഷ്യർക്ക് ഒരുമിച്ച് വരാനും അവർക്ക് സംസാരിക്കാനും അവർക്ക് കേരളത്തിന്റെ ഭാവി സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുമുള്ള ഒരു ഇടം മതേതരമായി ഈ സർക്കാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കും ഞാൻ. ഡോക്ടർ അരുൺ, ഈ പറയുന്ന പ്രഭാഷകർ അണിനിരക്കുന്ന സെമിനാർ അല്ലാതെ ഈ രീതിയിലുള്ള ചർച്ച എവിടെയാണ് നടന്നത്? നിങ്ങൾക്ക് എന്താണ് ഒരു കലയാണ് അങ്ങനെയൊന്നും ഞാൻ ചോദിക്കില്ല. അല്ല, ആർട്ട് നവീകരിക്കാനാണെങ്കിൽ ഈ ആദിമം എന്ന ആർട്ട് മൂലം എനിക്ക് നവീകരിക്കേണ്ട, എനിക്ക് വീണ്ടും ആ ഇരുണ്ട കാലത്തേക്ക് പോകേണ്ട. നിങ്ങൾ നോക്കൂ, 4100 കലാകാരന്മാർ അണിനിരുന്ന 300 കലാപരിപാടി അവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരെണ്ണത്തിൽ ചൂണ്ടിക്കാണി ജനവിഭാഗത്തെ അപമാനിക്കലാണ്. അത് നടത്തിയ ചോദ്യം. ബിജെപിയുടെ ആദിവാസി വിഭാഗത്തിന്റെ പേരെന്താ? ബിജെപിയുടെ ആദിവാസി വിഭാഗം എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗം അല്ല. ഡോക്ടർ ആരോട് എന്തിനാണ് ഇങ്ങനെ ഇത്രയും പ്രകോപിതരാകുന്നത്? ബിജെപി ചെയ്ത കാര്യം ഞാൻ കണക്കായിട്ട് ഞാൻ പ്രകോപിതയാകില്ല. ഞാൻ അതിന്റെയൊക്കെ മുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ വിഷയത്തെ അതിന്റെ ലാർജർ പെർസ്പെക്ടീവിലാണ് നോക്കിക്കാണുന്നത്. താങ്കൾ മുകളിലോ താഴെ എവിടെ സംസാരിച്ചാലും താങ്കൾ പറഞ്ഞോളൂ സാർ. ഈ വിഷയത്തിൽ അത് റെലവൻറ്റ് അല്ല. ഒരു പോയിന്റ് ഈ വിഷയത്തിലെ റെലവൻസ് ആദിമം എന്ന് പറയുന്ന ആഭാസതരത്തെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്ന് സുജയ മനസ്സിലാക്കൂ, ഇത് കേരളീയം 2 ആദിമം 2 അല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളീയത്തെ കുറിച്ചാണ്. ആദിമം എന്ന പരിപാടി തെറ്റായി നോക്കൂ, ആദിമം എന്ന പരിപാടി തെറ്റായി അവതരിപ്പിച്ചതാണ് എന്നത് കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് നിലപാടെടുത്തിട്ടുള്ള വിഷയമാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് നോക്കൂ, ഇത് കേരളീയത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കേരളീയം 2-ൽ ആദിമം 1 ഉണ്ടാകും എന്നൊന്ന് വാർത്തയുണ്ടോ? നിങ്ങൾ നോക്കൂ, ആദ്യം പറഞ്ഞു സുതാര്യതയില്ല, അതും ധൂർത്തുമായിട്ട് ബന്ധമില്ല. രണ്ടാമത് പറഞ്ഞു അഴിമതി, അതും ധൂർത്തുമായിട്ട് ബന്ധമില്ല. മൂന്നാമത് നിങ്ങൾ ആദിമം തെറ്റായി പോയ ആദിവാസികളെ അപമാനിച്ച വിഷയം, അതും ധൂർത്തുമായിട്ട് ബന്ധമില്ല. നമ്മുടെ ചോദ്യം എന്താ? ധൂർത്താണോ എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഡോക്ടർ അരുൺ, ധൂർത്ത് എന്ന് പറയുന്നത് എന്താണ്? ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ള സമയത്ത് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൂടിയാലോചനകൾ വളരെ നേരത്തെ നടത്തി
നടത്തുകയും ഡിസംബറിൽ നടത്തേണ്ട പരിപാടിയാണ് നമുക്കിപ്പോൾ നമ്മുടെ മുൻഗണനയിൽ പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് അതിനായുള്ള പണപ്പിരിവ് തുടങ്ങുകയും ആ പണം കൃത്യമായി അക്കൗണ്ട് ചെയ്യുകയോ ആ കഴിഞ്ഞ തവണ പിരിച്ച പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതെ അത് പുട്ടടിച്ചു തീർക്കുകയും ചെയ്യുന്നതിനെയാണ് ധൂർത്ത്. പച്ച മലയാളത്തിൽ കാട്ടിക്കഴിഞ്ഞു. ആ പണം എവിടെ? പണത്തിന്റെ കണക്കില്ല. Meet the editors.